ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മുടെ സേ എക്സാം നാളത്തെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സമയപരിമിതിക്കുള്ളിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങൾ ഇനി അങ്ങോട്ടും ഫിസിക്സ് ആയാലും മാത്സ് ആയാലും ബയോളജി ആയാലും ഒക്കെ നമ്മുടെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം എന്റെ ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡ്ഡപഠനം ഫെയിൽ ആയവരെ നമ്മൾ എന്തിട്ട് 5 മാർക്ക് 6 മാർക്ക് അങ്ങനെ വളരെ കുറഞ്ഞ മാർക്കിൽ നിന്നും മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ മുൻ വർഷങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ അറിയുമായിരിക്കും. പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പം സൊല്യൂഷൻസിനകത്ത് എന്നോട് ഏതാണ് 5 സ്റ്റാർ എന്ന് ചോദിച്ചാൽ ഐഡിയൽ സൊല്യൂഷന്, പ്രോപ്പർട്ടീസ്, ഗ്രാഫ്, എക്സാമ്പിൾ. അതേപോലെ തന്നെയാണ് നോൺ ഐഡിയൽ, പോസിറ്റീവ്, നെഗറ്റീവ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഗ്രാഫ്, എക്സാമ്പിൾസ്. ഹെൻറീസ് ലോ ആപ്ലിക്കേഷൻ. പിന്നീട് അതിനകത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡെഫിനിഷന്, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പേര്. അത് തന്നെ എപ്പോഴും വരുന്ന മറ്റൊരു ചോദ്യമാണ് ഓസ്മോട്ടിക് പ്രഷറിന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് ആപ്ലിക്കേഷൻ. 5 സ്റ്റാർ ആണ്, പഠിച്ചോളൂ. പിന്നെ വാൻഡോ ഫാക്ടർ ഡെഫിനിഷന്, അതുപോലെ തന്നെ ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇവിടെ റൗൾസ് ലോ, അതുപോലെ തന്നെ അസിയോട്രോപ്പുകൾ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അതിനകത്ത് വരാം. അതുപോലെ തന്നെ സേ എക്സാം ആയതുകൊണ്ട് തന്നെ മൊളാലിറ്റി എപ്പോഴും അതിനകത്ത് സേ എക്സാമിന് ഇപ്പം റീസെന്റ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ വരെ വന്നു. അപ്പൊ മൊളാലിറ്റി മനസ്സിലാക്കി വെക്കുക. ഐസോട്ടോണിക് ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ഇതിനകത്ത് ഓസ്മോസിസ് വേണമെങ്കിൽ ചോദിക്കാം. ഓസ്മോട്ടിക് പ്രഷർ എന്തുകൊണ്ടാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണ് ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകുന്നത് എന്നുള്ളൊരു സംഭവം. പിന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്ന് 3 മാർക്കിന്റെ ഒരു ന്യൂമറിക്കൽ എന്താണ് എല്ലാ എക്സാമുകളിലും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷനും പഠിച്ചോളൂ. അപ്പം പൊതുവേ കൂടുതലായിട്ടും ഓസ്മോട്ടിക് പ്രഷറിന്റെ ന്യൂമറിക്കൽ വരാറുണ്ട്. പിന്നെ എലവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് വരാറുണ്ട്. ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് വരാം. റിലേറ്റീവ് ലോവറിംഗ് വരാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ട് സെറ്റ് ആക്കിക്കോളൂ. അപ്പം ഇതൊക്കെ അതിനകത്ത് ഇതൊക്കെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് റൗൾസിലോ ഞാൻ പറഞ്ഞല്ലോ, റൗൾസിലോ അസിയോട്രോപ്പുകളൊക്കെ അതിന്റെ കൂടെ പഠിക്കാം. ഞാൻ ആദ്യം 5 സ്റ്റാർ പറഞ്ഞു, പിന്നെ ബാക്കി നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പറയുകയാണ് ഇപ്പം. പിന്നീട് ഇതിനകത്ത് വരുന്നത് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മൊളാരിറ്റിയാണ്. 6 മൊളാരിറ്റിയാണ്, ഓർത്ത് വെക്കുക. പിന്നെ വാൻഡോ ഫാക്ടർ ഓരോന്നിന്റെ എത്രയാണെന്ന് ചോദിക്കും. NaCl എത്രയാണ്, KCl എത്രയാണ്, അങ്ങനെ ഒരു സംഭവം. പിന്നെ സേ എക്സാം ആയതുകൊണ്ട് തന്നെ ബെൻസോയിക് ആസിഡ് അബ്നോർമൽ മോളാർ മാസ് കാണിക്കുന്നു എന്തുകൊണ്ടെന്ന് ചോദിക്കാം. വൈ 0.9% സലൈൻ ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് 0.9% സലൈൻ ഇഞ്ചക്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്? കാരണം നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ അതേ ഓസ്മോളാരിറ്റിയാണ്, അതേ ഐസോട്ടോണിക് ആണ്. പിന്നെ അക്വാട്ടിക് ഓർഗാനിസംസ് ആർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ എന്നൊക്കെ മുമ്പ് വന്നതാണ്. അപ്പോൾ ഞാൻ 5 സ്റ്റാർ ആദ്യം പറഞ്ഞു, പിന്നെ അതെല്ലാത്തതും പറഞ്ഞു കേട്ടോ. ഇനി ഞാൻ അതിനകത്ത് ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്. 5 മാർക്കുമായി വന്നിട്ട് 24 മാർക്ക്, അങ്ങനെ ഒരുപാട് 6 മാർക്ക് 27, 5, 7 ഇത് ഫിസിക്സും കെമിസ്ട്രിയും ഫെയിൽ ആയ കേസ് 28 വന്നു. 6, 32 ആയ കേസുകൾ. അങ്ങനെ ഒത്തിരി ഇവരുടെ ടി മാർക്ക് നോക്കിയാൽ ഫെയിൽ ആയ സമയത്ത് 9 ബയോളജി, കെമിസ്ട്രി 9, ബയോളജി 15. പിന്നീട് നമ്മുടെ ബാച്ചിൽ വന്നിട്ട് നോക്കൂ, അവർ ഈ കെമിസ്ട്രിയിൽ 36, ബയോളജിയിൽ 39 ഫെയിൽ ആയി. പിന്നെ വീണ്ടും ഫെയിൽ ആയിട്ട് പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കണ്ടു +1 നോക്കും 36, +2 നോക്കും 46, 6 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ A+ ആയി. ഇവരൊക്കെ ഫെയിൽ ആയി, വീണ്ടും സേ എഴുതിയിട്ടും ഫെയിൽ ആയി, പിന്നെ വന്നവരാണ്. ഇത് നോക്കണം നിങ്ങൾ, ഫെയിൽ ആയി വന്നവർ പോലും A+ അടുത്തെത്തി. പിന്നെ ഈ ഒരു കേസ് ഇവരുടെ ടി മാർക്ക് നോക്കാൻ നിങ്ങൾക്ക് 6 മാർക്കൊക്കെയാണ് കെമിസ്ട്രിയിൽ, 35 മാർക്കിലോട്ട്, അങ്ങനെ ഒരുപാട് കേസുകൾ. ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനിയിപ്പം ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ നമ്മുടെ ബാച്ചിൽ അതിനകത്ത് വളരെ സിമ്പിൾ ആക്കിയിട്ട് കാര്യങ്ങൾ, വീഡിയോസ് നിങ്ങൾക്ക് അത് മാത്രമല്ല അഫോർഡബിൾ ആകുന്ന ഫീസിൽ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ലൈവായിട്ട് തന്നെ ചെയ്ത ക്ലാസ്സുകളൊക്കെ അതിനകത്ത് ആപ്പിൽ റെക്കോർഡായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ ജോയിൻ ആകാൻ അവസരമുണ്ട്. ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 പിന്നെ 70 70 45. അപ്പൊ ആദ്യം 77 36 ആണ്, അത് കഴിഞ്ഞിട്ടാട്ടോ 70 70 45 തെറ്റിക്കണ്ട. പിന്നീട് ഇതിനകത്ത് മാത്സിലാണെങ്കിൽ ഇത് ഏത് സബ്ജക്റ്റിലാണെങ്കിൽ ഇവരൊക്കെ മാത്സും ബയോളജിയും ഫെയിൽ ആയിട്ട് പിന്നീട് ആദ്യം ഫെയിലായി, പിന്നെയും ഫെയിലായി, പിന്നെയാണ് നമ്മളെ കുറിച്ചറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയിട്ട് കണ്ട റിസൾട്ടുകൾ. അങ്ങനെ ഒരുപാട്. ഇത് നമ്മുടെ +1 ഒരു മിനിമം SLC കുറഞ്ഞ A+ ഉള്ള ഒരു പയ്യന് പോലും നമ്മുടെ ബാച്ചിൽ SLC ഒരു 3-4 A+ എന്നൊക്കെ പറഞ്ഞ മിനിമം അല്ലേ അന്നത്തെ കുറച്ച് മുന്നേ. എന്നിട്ട് പോലും അവന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിരുന്നു അവന്റെ സ്ട്രീമിലുള്ള സബ്ജക്ട്. പക്ഷെ മാത്സ് അവന് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും കണ്ടു. അപ്പൊ നിങ്ങൾ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റ് ഇനിയിപ്പോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ നിങ്ങൾ അതിനകത്ത് എക്സാമുകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബാച്ചിൽ ഇപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് കാര്യങ്ങളാണ്. ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ എന്നെ 77 36 70 70 45 കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് അടുത്ത ഇലക്ട്രോ കെമിസ്ട്രിയിലോട്ട് പോകാം. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്നോട് 5 സ്റ്റാർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചോ നോക്കൂട്ടോ. ഇതിനകത്ത് ഏറ്റവും 5 സ്റ്റാർ കോൾറാഷ് ലോ, മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷന്, ഗ്രാഫ്, വേരിയേഷൻ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്, ഗ്രാഫ്. അപ്പൊ അതുപോലെ തന്നെ കോൾറാഷ് ലോ, അത്
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൊൾട്രാഷിലോട്ട് ഒരു ന്യൂമറിക്കലും അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് വരാറുണ്ട്. അത് ഈ ലാംഡായം CH3 COH കാണാനാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്ക് കാര്യങ്ങൾ വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ന്യൂമറിക്കൽ വാല്യൂ. പിന്നെ പിന്നെ അതിനകത്ത് എന്നോട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ കാറ്റഗറിയിൽ ചോദിച്ചാൽ H2O2 ഫ്യൂവൽ സെല്ലിന്റെ ഡയഗ്രാം, അതിന്റെ ആനോഡ് കാഥോഡ് റിയാക്ഷൻ, അത് കോഡൊക്കെ വെച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പൊ ഇതെല്ലാം പലതും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓർഗാനിക് വിത്തിൻ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോഴും പോലും നമ്മുടെ ബാച്ചിൽ സ്റ്റുഡൻസ് ജോയിൻ ആവുന്നത് അവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഓർഗാനിക് ഒക്കെ. അപ്പം ഓർഗാനിക് എന്ന് പറഞ്ഞാൽ 30 മുകളിൽ മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇപ്പം അവര് ഒരു സ്റ്റുഡന്റ് ജോയിൻ ആയിട്ട് അവര് ആൽഡിഹൈഡ് കീറ്റോണ് അതിനകത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ അങ്ങനെ പെട്ടെന്ന് അവർക്ക് അത് തീർക്കാൻ പറ്റുന്നുണ്ട്. ഇത് കോഡുകൾ വെച്ചതുകൊണ്ടാണ്. ഇപ്പോഴും ജോയിൻ ആവുന്നുണ്ട്, എഫക്റ്റീവ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതങ്ങനെ ഇതെല്ലാം കോഡുകൾ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ H2O2 ഫ്യൂവൽ സെൽ ആണെങ്കിലും ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണെങ്കിലും ഒക്കെ അതിന്റെ ആനോഡ് കാഥോഡ് സംഭവങ്ങൾ അതുപോലെ തന്നെ അത് നിങ്ങൾ പഠിക്കണം. ഇതൊക്കെയാണ് ഇതിനകത്ത് 5 സ്റ്റാർ. അപ്പൊ നമ്മൾ 5 സ്റ്റാറുകൾ പറഞ്ഞു വരികയാണ്. പ്രൈമറി സെക്കൻഡറി ബാറ്ററിയുടെ ഡിഫറൻസ് എക്സാമ്പിളുകൾ അതൊക്കെ 5 സ്റ്റാർ കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ്. പിന്നെ കൊറോഷന് 5 സ്റ്റാർ കാറ്റഗറിയാണ്. അതിന്റെ പ്രിവെൻഷൻ മെത്തേഡ്, ആനോഡ് കാഥോഡ് റിയാക്ഷൻസ്, പിന്നെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE ചിലപ്പം ചോദിക്കുക, അതിന്റെ ഡയഗ്രാം, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഫാരഡേ സേ എക്സാം ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യാം, സേ എക്സാമിന് ഫാരഡേ ലോ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിന്റെ ന്യൂമറിക്കൽ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് നോക്കിയോളാം. 5 സ്റ്റാർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കൊറോഷന്. പിന്നെ നേഴ്സ് ഇക്വേഷനും ഡാനിയൽ സെല്ലിന്റെ എല്ലാം 5 സ്റ്റാർ ആട്ടോ. ഡാനിയൽ സെല്ലിന്റെ സെൽഫ് റെപ്രസെന്റേഷൻ ചോദിക്കും, ആനോഡ് കാഥോഡ് ചോദിക്കും, നേഴ്സ് ഇക്വേഷൻ ചോദിക്കും, E0 സെല്ല് കാൽക്കുലേഷൻ, E0 കാഥോഡ് മൈനസ് E0 ആനോഡ്, സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി സംഭവങ്ങൾ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു, മോളാർ കണ്ടക്ടിവിറ്റി, കോൾട്രാഷ് ലോ, H2O2 ഫ്യൂവൽ സെല്ല്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, കൊറോഷന്, അതിന്റെ മെത്തേഡ്സ്, അങ്ങനെ. പിന്നെ അതല്ലാണ്ട് ഇപ്പം ഫാരഡേ ലോ അതിനകത്ത് ചോദിച്ചേക്കാം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ചോദിച്ചേക്കാം, പിന്നെ പ്രൈമറി സെക്കൻഡറി ബാറ്ററി ഡിഫറൻസ് ചോദിക്കാം. മോളാർ കണ്ടക്ടിവിറ്റി അതിന്റെ പ്രോബ്ലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. പിന്നെ കണ്ടക്ടിവിറ്റിയുടെ പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അത് ഞാൻ പറഞ്ഞു, എക്സാമിന് ചില ക്വസ്റ്റനുകളൊക്കെ എന്തുണ്ടാവും, കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ ന്യൂമറിക്കൽ അതിനകത്ത് ചോദിച്ചേക്കാം. അപ്പം എന്തായാലും പിന്നെ ഇതൊക്കെയാണ് ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സോ നിങ്ങൾക്ക് 5 സ്റ്റാർ ഞാൻ പറയുമ്പോൾ 5 സ്റ്റാർ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. പിന്നെ ഇലക്ട്രോളിസിന്റെ പ്രോഡക്റ്റ്, ഡ്രൈ സെല്ല്, അതൊക്കെ എന്താണ് കുറച്ചുകൂടി അത്ര ഇമ്പോർട്ടന്റ് എല്ലാം എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഞാൻ 5 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പറ്റും സമയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഓക്കെ. പിന്നെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലോട്ട് നമുക്ക് പോകാം. കെമിക്കൽ കൈനറ്റിക്സിലോട്ട് ഒരുപാട് റിസൾട്ടുകൾ, നമുക്ക് മികച്ച റിസൾട്ട് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച റിസൾട്ട് എത്തിക്കാൻ സാധിച്ചു. കെമിക്കൽ കൈനറ്റിക്സിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് വെച്ചാൽ ഹാഫ് ലൈഫ്, ഡെഫിനിഷന്, അതിന്റെ ഒരു ന്യൂമറിക്കലി, പിന്നെ ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ, മോളിക്കുലാരിറ്റി ഡിഫറൻസ് 5 സ്റ്റാറിന്റെ 5 സ്റ്റാർ ആണ്. അറേനിയസ് ഇക്വേഷന് ഗ്രാഫ്, സ്ലോപ്പ്, അതിന്റെ ലോഗരിതമിക് ഫോം, അതൊക്കെ പഠിച്ചിട്ട് പോയിക്കോളൂ. പിന്നെ ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡറിന്റെ ഗ്രാഫ് വേണമെങ്കിൽ വരയ്ക്കാൻ, അല്ലെങ്കിൽ തന്നിട്ട് ഏതാണെന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എന്റെ മനസ്സ് പറയുന്ന ഒരു കാറ്റഗറി, മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിങ്ങൾ പഠിച്ചു പോകേണ്ടത് ആക്ടിവേഷൻ എനർജിയുടെ ഡെഫിനിഷന്, അതുപോലെ തന്നെ അത് ന്യൂമറിക്കലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ ഒരു കൈനറ്റിക്സിൽ ആക്ടിവേഷൻ എനർജിയുടെ ന്യൂമറിക്കൽ കാണുന്ന ഇക്വേഷനും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും പഠിച്ചു പോയിക്കോളൂ. ഇതെല്ലാം നമ്മുടെ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഇതൊക്കെ പിന്നെ അതിനകത്ത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് 1 മാർക്കിന് ചോദിക്കുന്ന എപ്പോഴും 5 സ്റ്റാർ ആണ്. അതിന്റെ ഒരു ട്രിക്ക് വെച്ച് പഠിച്ചാൽ അത് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ അപ്പൊ ഇതിൽ 5 സ്റ്റാർ ഏതാണ്, ഹാഫ് ലൈഫ്, ഓർഡർ, മോളിക്കുലാരിറ്റി വ്യത്യാസം, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഉണ്ട് കേട്ടോ. ഇതിൽ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഉണ്ട്. ഇവിടെ നമ്മൾ ഇതിനകത്ത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ കേട്ടോ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. അപ്പൊ കൈനറ്റിക്സിൽ പിന്നെ ഇതിനകത്ത് അതൊക്കെയാണ് ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡറിന് 2 എക്സാമ്പിളും പഠിച്ചു പോവാം. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിക്കാം, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ. അതുപോലെ കോളിഷൻ ഫ്രീക്വൻസി ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം, എഫക്റ്റീവ് കോളിഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ടി ഹാഫുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം അല്ലാണ്ട് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഒരു റിയാക്ഷൻ 80% കംപ്ലീറ്റ് ആയി, 90% കംപ്ലീറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യമുണ്ട്. അതും ചിലപ്പം എന്ത് ചെയ്യാം, വന്നേക്കാം. സേ എക്സാം ആയതുകൊണ്ട് അത് നിങ്ങൾ നോക്കി പോയിക്കോളൂ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു ചോദ്യം. ഓക്കെ.
ഇനി നമ്മൾ എന്നോട് ഇതിനകത്ത് 5 സ്റ്റാർ ചോദിച്ചു കഴിഞ്ഞാൽ ലാൻതനോയിഡ് കൺട്രാക്ഷൻ കോൺസിക്വൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ K2Cr2O7 പ്രിപ്പറേഷൻ, KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയും. രണ്ടും തന്നെയാണ്. KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ K2Cr2O7 എന്ന് പറയാം. അതിൽ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു പോകും. സ്റ്റെപ്പ് കളർ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പിന്നെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് ചോദിക്കാം. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ചോദിക്കാം. മാഗ്നറ്റിക് മൊമെന്റ് ചോദിക്കാം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു ലാൻതനോയിഡ് പ്രിപ്പറേഷൻ. പിന്നെ ഇന്നത്തെ എക്സാമ്പിളിൽ കളറിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് അയോണുകൾ തന്നിട്ട് കളർ നമ്മൾ ബാലൻസ് ബോണ്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. പിന്നെ മാഗ്നറ്റിക് മൊമെന്റ് സംഭവങ്ങൾ, പിന്നെ സിങ്ക് എന്തുകൊണ്ട് ട്രാൻസിഷൻ മെറ്റൽ അല്ല, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ഇതൊക്കെ മുന്നേ വന്നതാണ്. അപ്പൊ ഞാൻ 5 സ്റ്റാർ ആദ്യം പറഞ്ഞു. അത് ബാക്കി എക്സ്ട്രാ ഉള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. Cr2+ റെഡ്യൂസിംഗ് ആണ്, Mn3+ ഓക്സിഡൈസിംഗ് ആണ്, എന്തുകൊണ്ട്? പിന്നെ വേണമെങ്കിൽ സിൽവർ ട്രാൻസിഷൻ മെറ്റൽ ആണ്, എന്തുകൊണ്ട്? പക്ഷെ അതിന്റെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലായിട്ടും സിൽവർ എന്താണ് ട്രാൻസിഷൻ മെറ്റൽ ആവുന്നത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. പിന്നെ കോർഡിനേഷനിലോട്ട് പോകുമ്പോൾ 5 സ്റ്റാർ ഞാൻ ആദ്യം പറയാം. സ്ട്രക്ചറൽ ഐസോമറിസം, ജോമെട്രിക്കൽ ബാലൻസ് ബോണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ബോണ്ടിന്റെ ലിമിറ്റേഷനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. 3 ലിമിറ്റേഷൻ. പിന്നെ ജോമെട്രിക്കൽ ഐസോമറിസം വരയ്ക്കാൻ അത് 3-2, 2-2, 3-3, 4-2 വരയ്ക്കാൻ പഠിക്കണം. ഇതെല്ലാം സിമ്പിൾ ആക്കിയിട്ട് നമ്മുടെ ആപ്പ് കാര്യങ്ങളിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്. വെർണസ് തിയറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡബിൾ സാൾട്ട് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് അനുസരിച്ച് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് ലിഗാൻസ്, അതിലെ ആംബിഡെന്റേറ്റ് ലിഗാൻഡുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. കീലേറ്റ് ലിഗാൻഡുകൾ ചോദിക്കാം. പിന്നെ ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ഡൈഡെന്റേറ്റ്, അതുപോലെ തന്നെ പോളിഡെന്റേറ്റ്, EDT എക്സാഡെന്റേറ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിന്റെ ഡയഗ്രാം, അത് ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ ഒക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പം ഇതിനകത്ത് കോർഡിനേഷൻ ഒക്കെ മോസ്റ്റ് എല്ലാം ഇമ്പോർട്ടന്റ് അതിനകത്ത്. അതിൽ തന്നെ ഏറ്റവും അധികം സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. പിന്നെ ജോമെട്രിക്കൽ ഐസോമറിസം വരാറുണ്ട്, ബാലൻസ് ബോണ്ടും വരാറുണ്ട്. അപ്പൊ അതാ ഓർഡർ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിന്റെ ലിമിറ്റേഷൻ വേണമെങ്കിൽ നോക്കാം. യൂസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, മെറ്റൽ കാർബണിൽസ് കേട്ടോ. മെറ്റൽ കാർബണിൽസ് സിനർജിക് ബോണ്ടിങ് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മെറ്റൽ കാർബണിൽസ് സിനർജിക് ബോണ്ടിങ് കേട്ടോ. സിനർജിക് ബോണ്ടിങ്. അത് തന്നെ മെറ്റൽ കാർബൺസിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിക്കൽ NiCO4, അതുപോലെ അയൺ പെന്റാ കാർബണിൽ അയൺ CO5. അത് കഴിഞ്ഞ വർഷം എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഉപയോഗം ചോദിക്കാട്ടോ. അത് എന്താണ്? ഒന്ന് സിസ്പ്ലാറ്റിൻ ക്യാൻസറിന് കീമോതെറാപ്പറ്റിക് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് ഹീമോഗ്ലോബിൻ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്, അയണിന്റെ. അങ്ങനെയൊക്കെ ബയോമോളിക്യൂൾ ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ 5 സ്റ്റാർ ഞാൻ പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ, RNA DNA ഡിഫറൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് തന്നെ ഓരോന്നും പഠിക്കണം. മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ് ഒക്കെ ചോദിക്കാറുണ്ട്. ഡൈസാക്രൈഡ് ഒക്കെ. എൻസൈംസ്, ഡീനാച്ചുറേഷൻ, സിറ്റർ അയോൺസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് എൻസൈംസ്? എന്താണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ചോദിക്കും. ഫാറ്റിൽ സൊല്യൂബിൾ ഏതാണ്? അതുപോലെ തന്നെ വെള്ളത്തിൽ സൊല്യൂബിൾ ഏതാണ്? അതിന്റെ ഏതെങ്കിലും അസുഖങ്ങൾ, ഏഴ് അസുഖം എന്താണ്? സീറോഫ്താൽമിയ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതിനകത്ത് സ്റ്റാർച്ച് ഗ്ലൈക്കോജന് വ്യത്യാസം ചോദിക്കാം. സ്റ്റാർച്ചിൽ നിന്ന് എങ്ങനെ ഗ്ലൂക്കോസ് കൊമേഴ്ഷ്യലി ഉണ്ടാക്കാം, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. പിന്നെ ഇൻവേർഷൻ ഓഫ് ഷുഗർ എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൈസാക്രൈഡ്, ഗ്ലൂക്കോസ്, സുക്രോസ്, മാൽറ്റോസ് സംഭവങ്ങൾ അതിനകത്ത് വരാം. അപ്പൊ ഇൻവേർഷൻ, അതുപോലെ ഗ്ലൂക്കോസിന്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷന്, ഇൻവേർഷൻ ഓഫ് ഷുഗർ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഇൻവേർഷൻ ഓഫ് ഷുഗർ കാര്യങ്ങൾ ഓക്കെ. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാറ്റഗറി. പിന്നെ എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ബയോമോളിക്യൂൾസ്. ഇനി ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസിലോട്ട് പോകുമ്പോൾ SN1ഉം SN2 ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പിന്നെ ഫിംഗൽസ്റ്റീൻ ഇമ്പോർട്ടന്റ് ആണ്. ഫിറ്റിഗ്, സ്വാർട്സ്, ഫ്രീഡൽ ക്രാഫ്റ്റ് ഒക്കെ ഇതൊക്കെ കോഡാക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് വിത്തിൻ ഹാഫ് ആൻ അവർ ഒക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് നമ്മുടെ ആപ്പിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗാനിക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് മനസ്സിലാക്കാൻ. മറ്റേത് മാത്രം ഓർഗാനിക് എന്താണ് 30+ വരും. അപ്പൊ അതിൽ തന്നെ ഈ ഒരു ഹാലോ ആൽക്കീനും ആൽക്കോൾ ഫീനലും ഇതൊരു സെറ്റ് ആയാൽ തന്നെ നിങ്ങൾക്ക് എന്താ 15ന്റെ റൗണ്ട് മാർക്കാം. 7 ഇതിന്ന് വരിക. ചിലപ്പോൾ ഇതിന്ന് 9 വരാറുണ്ട്. ആൽക്കോൾ ഫീനോൾ ഇതറിനും അറൗണ്ട് 9 ഒക്കെ വരാം. അപ്പം തന്നെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 15 വന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബൂസ്റ്റ് കിട്ടും, പാസ്സാകാനുള്ള സാധ്യതയുള്ളൂ. ഇതൊക്കെ വിത്തിൻ കുറഞ്ഞ സമയം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആപ്പില്. അപ്പം ആപ്പ് ഇനിയും എപ്പോഴും ജോയിൻ ആവുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഇനി മറ്റ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആക്കിയിട്ട് ഞാൻ പറഞ്ഞു. മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ആപ്പിലെ മുന്നേ നമ്മൾ ചെയ്ത വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. 77 36 70 70 45 ആണ്. അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നത് SN1 SN2 നിങ്ങൾ മസ്റ്റ് ആണ്, 5 സ്റ്റാർ ആണ്. ഫിംഗൽസ്റ്റീൻ, അതുപോലെ ഈ നെയിം റിയാക്ഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ്, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിന് ഫിംഗൽസ്റ്റീൻ, അതുപോലെ വുഡ്സ് ഫിറ്റിഗ്, സ്വാർട്സ്. SN1 SN2 ഒരിക്കലും വിടണ്ട. പിന്നെ ഹാലോ അറീൻസ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
പിന്നെ മാർക്കോനിക്കോഫ്സ് റൂൾ ചോദിക്കാറുണ്ട്, സൈഡ്സേഫ് റൂൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സൈഡ്സേഫ്, അങ്ങനെ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ സാധനമൊക്കെ ഒന്ന് തന്നെ. പിന്നെ ക്ലോറോഫോം ഡാർക്ക് ബോട്ടിൽ എന്തുകൊണ്ട് കീപ്പ് ചെയ്യുന്നു, ഭയങ്കര ഇമ്പോർട്ടന്റ്. സാൻമേസ് റിയാക്ഷൻ ഒക്കെ കോഡ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് 5 സ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെ ഡോസ് പ്രോസസ്, അതുപോലെ ബെസ്റ്റ് റിയേജന്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറോ ആൽക്കീൻസ് എന്നൊക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. ഈ ഒരു ബെസ്റ്റ് റിയേജന്റ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. SO2 നിങ്ങൾക്ക് അറിയാമല്ലോ, SOCl2, കാരണം SO2 HCl ഉണ്ടാകുന്നത് തയനോയിൽ ക്ലോറൈഡ് SOCl2, അപ്പൊ അത് നിങ്ങൾക്കറിയാം. പിന്നെ DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം കാര്യങ്ങൾ. പിന്നെ പോളി ഹാലജൻ കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോറോഫോം കാര്യങ്ങൾ പഠിക്കുക എഴുതാം. പിന്നെ ആൽക്കഹോൾ ഫിനോൾ ഈതറിലോട്ട് പോകുമ്പോൾ 5 സ്റ്റാർ എന്നോട് ചോദിച്ചാൽ കോൾസ് റിയാക്ഷൻ, റെയ്മർ ടീമാൻ റിയാക്ഷൻ, പിന്നെ റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, ഡൈലൂട്ട് നൈട്രിക് ആസിഡ്, ബ്രോമിൻ വാട്ടർ, ഇതൊക്കെ കോഡ് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോൾവും റെയ്മറും ഇതൊക്കെ വളരെ, അതാണ് പറഞ്ഞത്, ഓർഗാനിക് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കോഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഗാനിക് കൂടി പഠിച്ചാൽ ബൂസ്റ്റ് ആവും. സിങ്ക് ടെസ്റ്റ്, ക്രോമിക് ആസിഡിന്റെ സമയത്ത് ഫിനോൾ എന്താണ് റിയാക്ഷൻ, പിന്നെ അസിഡിക് നേച്ചർ ഓഫ് ഫിനോൾ, അതൊക്കെ കിഡിലൻ കോഡുകളുണ്ട്. ലൂക്കാസ് ടെസ്റ്റ് മസ്റ്റ് ആണ്, 5 സ്റ്റാർ ആണ്. ഈ പറയുന്നൊക്കെ 5 സ്റ്റാർ ആണ്. വില്യംസൺ ഈതർ സിന്തസിസ്, വൈ ആൽക്കഹോൾ സോലുബിൾ ഇൻ വാട്ടർ, വൈ ആൽക്കഹോൾ ആസ് ഹയർ ബോയിലിംഗ് പോയിന്റ്, പിന്നെ HIയുമായിട്ട് മെതോക്സി ബെൻസീന് ഉള്ള റിയാക്ഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെതോക്സി ബെൻസീൻ എങ്ങനെ നമുക്ക് വില്യംസൺ ഈതർ സിന്തസിസ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മാനുഫാക്ചർ ഓഫ് എഥനോൾ ഫ്രം മൊളാസസ് 5 സ്റ്റാർ ആണ്. അത് നിങ്ങൾ, കാരണം അത് പഠിച്ചാൽ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കിട്ടും. പിന്നെ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇൻവേർഷൻ ഓഫ് ഷുഗർ കിട്ടും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3ഓളം ഇത് കിട്ടും. പിന്നെ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. വുഡ് സ്പ്ലിറ്റ് പ്രിപ്പറേഷൻ ഒരിക്കൽ സേക്ക് എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫീനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഹൈഡ്രോബോറേഷൻ, ഓക്സിഡേഷന്, പിന്നെ എഥനോളിന്റെ ഈ ഒരു ടെമ്പറേച്ചറിലുള്ള സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ അത്ര ഇതല്ലാത്ത പക്ഷേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. അരോമാറ്റിക് ഈതേഴ്സ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് എന്തുകൊണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഇതിൽ 5 സ്റ്റാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ പറഞ്ഞ സംഭവങ്ങളും, പിന്നെ വില്യംസൺ ഈതർ ഇപ്പം പറഞ്ഞ സംഭവങ്ങൾ, മൊളാസസിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കുന്നതൊക്കെ 5 സ്റ്റാർ ആണ്. പിന്നെ ആസിഡ് കാറ്റലൈസർ, ഹൈഡ്രേഷൻ ഓഫ് പ്രൊപ്പീൻ ചോദിക്കാറുണ്ട്. ഓക്കെ. പിന്നെ എഥനോൾ ഗ്രിഗ്നാർഡ് റിയേജന്റ്, പിന്നെ ഫിനോൾ മോർ അസിഡിക് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാറില്ല. അതൊന്നും ഞാൻ ആദ്യം പറഞ്ഞതാണ് 5 സ്റ്റാർ കേട്ടോ. പിന്നെ ആൽഡിഹൈഡിൽ ഇതിൽ എന്നോട് 5 സ്റ്റാർ ചോദിച്ചാൽ HVZ റിയാക്ഷന്, കന്നിസാരോ റിയാക്ഷന്, ആൽഡോൾ കണ്ടൻസേഷന്, ക്ലമൻസൻ റിഡക്ഷന്, റോസൻമണ്ട് റിഡക്ഷന്, ഇറ്റാഡ് റിയാക്ഷന്, വോൾഫ് കിഷ്ണർ റിഡക്ഷന്, ഹാലോഫോം റിയാക്ഷന്, പിന്നെ ഗട്ടർമാൻ കോച്ച് റിയാക്ഷന്, അതുപോലെ തന്നെ ടോളൻസ് ടെസ്റ്റ്, ഫെലിംഗ് ടെസ്റ്റ്, ഒരു രക്ഷയില്ല 5 സ്റ്റാർ ആണ്. വൈ ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ്, അതുപോലെ തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇതിന്റെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റീഫൻ റിഡക്ഷൻ, പിന്നെ CS3CHO ആൽഡിഹൈഡ്, ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് എന്താ സംഭവിക്കുക, എസ്റ്ററിഫിക്കേഷൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ കമ്പാരിസൺ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ഓഫ് KMnO4. അപ്പൊ ആദ്യം പറഞ്ഞാണ് 5 സ്റ്റാർ കേട്ടോ. പിന്നെ അമീൻസിൽ നിങ്ങൾ ഹിൻസ്ബർഗ് ടെസ്റ്റ് മസ്റ്റ് ആണ്, 5 സ്റ്റാർ ആണ്. കാർബൈലമീൻ റിയാക്ഷൻ, ഓഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ, പിന്നെ ബേസിക് സ്ട്രെങ്ത്തിന്റെ കോഡ് കാര്യങ്ങൾ ചോദിക്കാം. റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്, പിന്നെ അനിലിന് എന്തുകൊണ്ട് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ പങ്കെടുക്കുന്നില്ല, കപ്ലിംഗ് റിയാക്ഷൻ പഠിക്കാം. സാൻമേസ് മസ്റ്റ് ആണ്, 5 സ്റ്റാർ ആണ്. അനിലിന് ഇത് ബ്രോമിൻ വാട്ടർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗബ്രിയൽ താലിമൈഡ് കോഡൊക്കെ വെച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കെമിക്കൽ കൈനറ്റിക്സ് ഭയങ്കര ഈസിയാണ്, കോർഡിനേഷൻ ഭയങ്കര ഈസിയാണ്, ബയോമോളിക്യൂൾ അതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആൽക്കീൻസിലെയും ആൽക്കഹോളിലെയും കോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് കാര്യങ്ങൾ അതിനകത്ത് ആപ്പിലുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്ററാണ്. അപ്പൊ ഇവിടെ തന്നെ നല്ല വെയിറ്റേജ്. പിന്നെ സൊല്യൂഷൻ കുറെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ ഇമ്പോർട്ടന്റ് പറഞ്ഞു, പിന്നെ D&F ഇമ്പോർട്ടന്റ് പറഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കിലോട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നന്നായിട്ട് എഴുതുക. അപ്പൊ അടുത്ത വീഡിയോകൾക്ക് നിങ്ങൾ മാത്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഫിസിക്സ്, ബയോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വേണ്ടി സബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് നിങ്ങൾ സപ്പോർട്ട് അറിയിക്കുക, നിങ്ങളുടെ കമന്റ് അതിനകത്ത് കമന്റ് ബോക്സ് ഒക്കെ ഫയർ ആക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഓർഡർ അനുസരിച്ച് കെനറ്റിക്സ്, കോർഡിനേഷൻ, ബയോമോളിക്യൂൾ, പിന്നെ സൊല്യൂഷൻ, D&F, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ നോക്കിയാൽ. പിന്നെ ഓർഗാനിക് എളുപ്പമുള്ളവരാണ്. സത്യം ഞാൻ പറയാം ഓർഗാനിക് ഭയങ്കര സിമ്പിളാണ്. കോഡ് വെച്ച് പഠിച്ചാൽ ആലോ ആൽക്കീൻസ്, അതുപോലെ തന്നെ ആൽക്കോൾ, ഫിനോൾ, ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഒക്കെ കോഡ് വെച്ചിട്ട്, അതുപോലെ ആൽഡിഹൈഡ്, അമീൻസിലൊക്കെ കോഡുകൾ വെച്ച് പഠിച്ചാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. മറ്റേതിനേക്കാളും സിമ്പിളാണ്. 30+ മാർക്ക് ഓർഗാനിക്കിൽ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ കോഡ് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ മണിക്കൂറുകൾ കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക. ഇനിയിപ്പോൾ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് സബ്ജക്റ്റുകളൊക്കെ, കെമിസ്ട്രിക്ക് പോലും അതിനകത്ത് ജോയിൻ ആകാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. 7736 70 70 45. കാരണം മുന്നത്തെ ലൈവ് സെഷനുകളൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ.